അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ആലിമ്രാനിലെ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ കാണാൻ പറ്റും. ഏകദേശം 100 ആയത്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവിടെ ഈ ഉഹദിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു ബദർ യുദ്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വലക്കത് നസറക്കുമുല്ലാഹു ബി ബദരിൻ വ അൻതും അതില്ല ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലിമ്രാൻ 123 ആയത്തായിട്ട് അള്ളാഹു പറയുന്നത്. അപ്പോൾ അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഉഹദിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബദറിനെ കൂടെ പരാമർശിച്ചതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ യുക്തി എന്താണ്, അല്ലെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ബദർ എന്നുള്ളത് ഒരു ജല തടാകത്തിൻ്റെ തീരമാണൊരു ഇതാണ്. അന്നത്തെ അറബികൾ പൊതുവെ തമ്പടിച്ചിരുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണത്. അപ്പോൾ പിന്നെ ശത്രു സംഘം ഒരു കച്ചവടം നടത്തി. ആ കച്ചവടം കിട്ടുന്ന തുക കൊണ്ട് എന്ത് ചെയ്യാണ്, മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി അവർ ധനം സമ്പാദിക്കാൻ വേണ്ടി പോയതാണ്. ഈ വിവരം അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബദർ യുദ്ധമായിട്ട് മാറുന്നത്. ഇപ്പോൾ യാതൊരു സന്നാഹങ്ങളുമില്ലാതെ കേവലം ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രം പോയത് എന്ത് ചെയ്യാണ്, ഒരു യുദ്ധമായി പരിണമിക്കുകയാണ്. ഇതറിഞ്ഞ ശത്രുക്കൾ, മുശ്രിക്കുകൾ എന്താണ്, വമ്പിച്ച സന്നാഹങ്ങളുമായി 1000-ഓളം വരുന്ന സൈന്യവുമായിട്ടാണ് അവർ വരുന്നത്. ഇവർ ഏകദേശം 300 ചില്ലാൻ ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവിധ കാര്യങ്ങളും ശത്രുക്കൾക്ക് അനുകൂലമാണെങ്കിലും വിജയം അന്ന് മുസ്ലിങ്ങൾക്കായിരുന്നു. അതൊരു വമ്പിച്ച വിജയം എന്ന് പറഞ്ഞാൽ വമ്പിച്ച വിജയം തന്നെയാണ്. ശത്രുക്കളിൽ ഏറ്റവും പ്രമുഖരായ ആളുകൾ കൊല്ലപ്പെടുന്നു, അവർ ബന്ധനസ്ഥരായി പിടിക്കപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് എന്നും നിലനിൽപ്പിനുള്ള ഒരു ശക്തിയും ആത്മവിശ്വാസവും പകരുന്ന ഒരു വ്യക്തമായ തെളിവായിരുന്നു അത്. ശരിക്കും ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായൊരു തെളിവായി ബദർ യുദ്ധം ഉണ്ടായി. പക്ഷേ ഉഹദിൽ ഉണ്ടായതൊരു പരാജയമാണ്, എല്ലാവർക്കും അറിയാം. ആദ്യഘട്ടത്തിൽ വിജയമായി, ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധാനന്തര സ്വത്തുക്കൾ വരെ ശേഖരിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പിന്നെ മലമുകളിൽ കാവൽ നിർത്തിയിരുന്ന ആളുകൾ പ്രവാചകൻ്റെ കൽപ്പന മറന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, അനുസരണക്കേട് കാണിച്ചു വരികയാണ്. അവർ വന്നതോടുകൂടി ശത്രുക്കൾ ആ വഴിക്ക് വന്നു. ഒന്നിച്ച് അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരെ പരിക്ക് പറ്റുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു താൽക്കാലിക പരാജയം ഉഹദിൽ മുസ്ലിങ്ങൾക്കുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ പരാജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടക്കാണ് അള്ളാഹു വലക്കത് നസറക്കുമുല്ലാഹു ബി ബദരിൻ, അള്ളാഹു നിങ്ങളെ ബദറിൽ വെച്ചുകൊണ്ട് സഹായിച്ചു. വാൻതും അതില്ല, അന്ന് നിങ്ങൾ വളരെ ചുരുക്കം ആളുകളായിരുന്ന ഒരു സന്ദർഭത്തിലാണ് അതുണ്ടായത്. ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ ബദറും ഉഹദിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ബദറിനെ കുറിച്ച് പറയാൻ കാരണം? നമ്മൾക്ക് പരാജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതേ രംഗത്ത് നമുക്ക് അള്ളാഹു വിജയം തന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നാണ്. അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പരാജയത്തിൻ്റെ വിഷമത്തിൽ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിന്തിക്കാനും നിരാശയുണ്ടാകാനും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായിത്തീരും. അപ്പോൾ ഉഹദിൽ പരാജയപ്പെട്ടു, എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിട്ടു. എന്നാൽ അതേസമയം നിങ്ങൾ ബദറിൽ വിജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിത പരാജയങ്ങളിൽ നമ്മൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈവരിച്ച വിജയങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അത് ഓർക്കുമ്പോൾ നമ്മുടെ പരാജയത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് കുറയുകയും നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേദനകൾ പറയാൻ വേണ്ടിയിട്ട് ആരുടെങ്കിലുമൊക്കെ ഒരു സമാശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ വിഷമങ്ങൾ പറയും. അപ്പോൾ ആ വിഷമങ്ങൾ മുഴുവനായിട്ട് നമ്മളിങ്ങനെ നമ്പറിട്ട് ചാർട്ട് ചെയ്ത് പറയാനും ചെയ്യാമല്ലോ. അപ്പം നമ്മളെന്താണ്, നമ്മുടെ ജീവിതത്തിൽ മൊത്തം സംഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ച് പെറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. എന്നാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിൽ ഇഷ്ടം പോലെ നമുക്ക് അനുകൂലവും അനുഗ്രഹവുമായ ഒട്ടേറെ സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല എന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോണത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ജീവിത പരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിജയത്തിൻ്റെ സന്ദർഭങ്ങളെക്കുറിച്ച് ഓർക്കണം എന്നൊരു വലിയ യുക്തി അതിലുണ്ട്. പിന്നെ മറ്റൊന്ന്, ഏഹ്, നമ്മളെല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും കാരണങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മുടെ വിജയം ആത്യന്തികമായി നടക്കണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് വേണം. പലപ്പോഴും കാരണങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നടന്നോളും എന്ന് വിചാരിക്കും. അത് തെറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാണ്. ഏത് നിലക്കും ഭൗതിക സെറ്റപ്പ് അനുസരിച്ചുകൊണ്ട് വിജയിക്കേണ്ട യുദ്ധമാണ് ഉഹദ്. പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ആ നിലക്ക് ഭൗതികമായ യാതൊരു സന്നാഹങ്ങളും ഇല്ലാത്ത യുദ്ധമാണ് ബദർ. പക്ഷെ അത് വിജയിക്കാനുണ്ടായത്. മനസ്സിലാണ്. അതേപോലെ തന്നെ വിജയപരാജയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം എന്നാണ്. ഫത്തഖുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. നമ്മളെപ്പോഴും ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും ശരിയാക്കുമല്ലോ, എല്ലാം നമ്മൾ അനുകൂലമാക്കും. ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ വാഹനം, അതിൻ്റെ ടിക്കറ്റ്, അതിനുള്ള ലഗേജ്, അതിനുള്ള സൗകര്യങ്ങൾ, അവിടെ ചെന്നാൽ താമസിക്കാനുള്ള റൂം ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഈ യാത്ര പൂർത്തിയാക്കാൻ അള്ളാഹുവിൻ്റെ ഒരു സഹായം വേണമെന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ യാത്രയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വല്ല കാര്യങ്ങളുണ്ടോ, ആണും പെണ്ണൊക്കെ ഇടപഴകി ഒരു ലൈസൻസ് ഇല്ലാത്തൊരു പോക്കാണോ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. നമ്മളതിൽ തെറ്റായ നിലക്കാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ആസ്വദിക്കാനോ അനുഭവിക്കാനോ ആണോ ഉദ്ദേശിക്കുന്നത്, ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് പോകേണ്ടത്. അങ്ങനെ പോയില്ലെങ്കിൽ എന്താ അറിയോ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മതക്കുറവ് നമ്മളെല്ലാ നിലക്കുള്ള സന്നാഹങ്ങളും ഉണ്ടെങ്കിലും പരാജയപ്പെടാൻ ഒരു കാരണമായിത്തീരും. ഇപ്പോൾ വലിയ സന്ദേശമാണ് ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബദറിനെ പരാമർശിച്ചത് എന്നാണ്. അതിൽ ഒരേ ഹിക്മത്തുകളുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. നമ്മളും ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു സഹായിക്കട്ടെ.